ഹായ് ഫ്രണ്ട്സ്, സ്റ്റേറ്റ് ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഇലക്ട്രിക് കെറ്റിലിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു ഇലക്ട്രിക് കെറ്റിൽ അതിനകത്ത് എന്തൊക്കെയാണുള്ളത്, അതുപോലെ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ചെക്ക് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാത്തവരുണ്ട്, അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഫാൾട്ടുകൾ വരുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്, നമുക്കിവിടെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെയുള്ള സ്വിച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ബേസ് സ്ഥലം ഇതാണ്. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇതിലൂടെയാണ് കറണ്ട് കണക്ട് ചെയ്യുന്നത്. നമുക്ക് മെയിൻസ് നേരെ ഇതിനകത്തേക്കാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ ബേസ് ഉണ്ട്, ആ ബേസിന് മുകളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് അതിൻ്റെ ബേസ്. പിന്നെ ബേസിലേക്ക് അത് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിൽ നിന്നാണ് വോൾട്ടേജ് അതിനടിയിലേക്ക് കയറിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെയാണിത് കറണ്ട് ഇതിലൂടെ പ്രവർത്തിച്ച് ചൂടാകുന്നത്. വെള്ളം നമുക്ക് ചൂടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്, ഇതിൻ്റെ ബേസ് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് വർക്കായില്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ടത് ഉണ്ട്. അപ്പം നമുക്കിത് ഇവിടെ 3 സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബേസിലെ കണക്റ്റ് ചെയ്തേക്കുന്ന ആ ഭാഗം നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മെയിൻസ് കോഡാണ്. അപ്പോൾ മെയിൻസ് കോഡ് ഫേസ്, ന്യൂട്രൽ, അതുപോലെ എർത്തും മസ്റ്റാണ്. എർത്ത് കണക്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇതിനകത്ത് എർത്ത് കൊടുത്തിട്ടില്ല, അപ്പം എർത്ത് മസ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യം നമുക്ക് ഈ കണക്ഷനിലേക്ക് വരുന്ന ഈ കോഡ് വെയർ ആദ്യം ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഓൺ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം കോഡ് വെയർ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം ജസ്റ്റ് ഇതിനകത്ത് ഉരുകിയിട്ടുണ്ട്. അപ്പം അത് ഉരുകാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ലൂസ് കോൺടാക്റ്റ് ആയിരിക്കും. അപ്പോൾ ലൂസ് കോൺടാക്റ്റ് ഇപ്പം ആ ബേസിലേക്ക് ആ കെറ്റിലെടുത്ത് വെക്കുന്ന സമയത്തുള്ള ലൂസ് കോൺടാക്റ്റ് പ്രോപ്പറായിട്ട് കണക്റ്റ് ആകാതെ ചെറിയ സ്പാർക്കിങ് വന്നാൽ ഉരുകാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഇതുപോലൊരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ കോഡ് വെയറൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള കണ്ടിന്യൂ ടെസ്റ്റർ മതി. അല്ലെന്നുണ്ടെങ്കിൽ മൾട്ടിമീറ്ററോ വെച്ച് നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് ഫേസ്, ന്യൂട്രൽ, എർത്ത് എല്ലാം ഈ ബേസിൻ്റെ ഇതിലേക്കാണ് വരുന്നത്. ഓരോ കണക്ഷനുണ്ട്. അപ്പം അതിനകത്ത് നമുക്കിങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പം മെയിൻസ് കോഡ് കംപ്ലൈൻ്റ് ആണോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഓൺ ആയില്ലെന്നുണ്ടെങ്കിൽ ആദ്യം മെയിൻസ് കോഡ് വർക്കാണോ എന്ന് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് മെയിൻസ് കോഡൊക്കെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ ഓരോ ഭാഗത്ത് ഇവിടെ ഫേസാണ്, ഇത് ന്യൂട്രലാണ്, സെൻട്രലാണെങ്കിൽ എർത്താണ് വരുന്നത്. അപ്പം അത് മെയിൻസ് കോഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് അഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ്. ഇതിനകത്ത് ഇതിൻ്റെ ഉൾവശത്ത് ഒരു ഹീറ്ററുണ്ട്, ഹീറ്റിംഗ് എലമെൻ്റ് ഉണ്ട്. 1500 വാട്ട്സിൻ്റെ ഒരു ഹീറ്റിംഗ് എലമെൻ്റ് ഉണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു നിയോൺ ലാമ്പുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അടിയിലേക്ക് ജസ്റ്റ് ചെന്ന് കണക്റ്റ് ആകുമ്പോഴാണ് ഈ കറണ്ട് നേരെ ഈ കണക്ടർ വഴി ഹീറ്റിംഗ് എലമെൻറ്റിലേക്ക് ചെല്ലുന്നത്, സ്വിച്ച് ത്രൂ ഹീറ്റിംഗ് എലമെൻറ്റിലേക്ക് ചെല്ലുന്നത്. അപ്പം ഈ സെൻറ്ററിലെ കണ്ടോ എർത്താണ്, ബോഡിയുമായിട്ട് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ സെൻറ്ററിലെ പിന്നെ എർത്താണ്. പിന്നെ ഈ കാണുന്നതാണ് അതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ്, കോയിലെന്ന് പറയാം, ഹീറ്റിംഗ് എലമെൻറ്റ്. നമ്മളത് ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ഓക്കെ ആണോ എന്ന് നോക്കുക. അതിൻ്റെ ഫിലമെൻറ്റ് പോയി കഴിഞ്ഞാൽ ഹീറ്റ് ആകത്തില്ല. പിന്നെ ചെക്ക് ചെയ്യേണ്ടത്, പിന്നെ ഇതിൻ്റെ നിയോൺ ലാമ്പാണ്. അത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ കറണ്ട് വന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷന് വേണ്ടിയുള്ള നിയോൺ ലാമ്പാണ്. ഇതാണ് സ്വിച്ച്. ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പം ആ നിയോൺ ലാമ്പ് ഓൺ ആകുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ളത് ഈ ഹീറ്റിംഗ് എലമെൻറ്റും പിന്നെ സ്വിച്ചും ഒക്കെയാണ്. പിന്നെ നിയോൺ ലാമ്പുണ്ട്, പിന്നെ അതിൻ്റെ കറണ്ട് വരാൻ വേണ്ടിയുള്ള കണക്ടർ അതാണ്. അപ്പം ഇതിൻ്റെ ഇവിടെ ഓരോ പിന്നുകളുണ്ട്. ഈ പിന്നുകളിൽ നിന്നാണ് നേരെ ന്യൂട്രലും ഫേസൊക്കെ. ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ന്യൂട്രലായിരുന്നു. ഇത് ന്യൂട്രലാണ്. അപ്പം സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ കണ്ടിന്യൂറ്റി വരും. ഞാൻ സ്വിച്ച് ഓൺ ചെയ്യാണ്. സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ കണ്ടോ കണ്ടിന്യൂറ്റി വന്നു. അപ്പോൾ ഞാൻ ഈ കണക്ട് ചെയ്തേക്കുന്നുണ്ടോ, ഇവിടെ നിന്നാണ് നേരെ പുറത്തെ റിങ് പോലെ സ്ഥലത്തു നിന്നാണ് നേരെ കണക്ഷൻ ആ വയർ വഴി നേരെ സ്വിച്ചിലേക്ക് പോകുന്നത്. ഇത് ഫേസാണ്. ഫേസ് ഉണ്ടോ, ഫേസ് സെൻട്രലിലെ ആ റിങ് പോലത്തത് ഫേസാണ്. അത് ആ സെൻട്രലിലെ റിങ്ങിൽ നിന്നാണ് മറ്റേത് കണക്ടർ വഴി ഈ സെൻട്രൽ റിങ്ങിലേക്ക് വരുന്നു. പിന്നെ ആ ഔട്ട് സൈഡ് ആ വൈറ്റ് വയറിലൂടെ പോകുന്നത് കണ്ടോ. ഇപ്പോൾ ഇത് കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓക്കെയാണ്, ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല.
നമുക്കിങ്ങനെ ഏതൊരാൾക്ക് ഇത് അഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. ബേസിക്കായിട്ടുള്ള ചെറിയ ഒരു അറിവുള്ളവർക്ക് പോലും ഇത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ മാത്രം മതി, മൾട്ടിമീറ്റർ പോലും വേണമെന്നില്ല. കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി മെത്തേഡിൽ കാര്യങ്ങൾ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് അകത്തുള്ളത് ഫേസും ഔട്ട്സൈഡിലുള്ള റിങ് ന്യൂട്രലുമാണ്. അപ്പം സെൻട്രലുള്ളത് ബോഡിയാണ്, എർത്താണ്. സെൻട്രലിൽ എർത്ത് കണക്ഷനാണ്. കണ്ടോ, ഇപ്പം ഞാൻ അതിൻ്റെ ഫേസിലാണ് കണക്ട് ചെയ്ത് നോക്കിയത്. ഇത് ന്യൂട്രലാണ്. ഇപ്പോൾ ഈ ഔട്ട്സൈഡിലെ റിങ് ന്യൂട്രലാണ്. അപ്പം അത് സ്വിച്ച് ത്രൂ ആണ് വന്നേക്കുന്നത്. കണ്ടോ, സ്വിച്ച് ത്രൂ ആണ് വന്നേക്കുന്നത്. ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാകത്തില്ല. സ്വിച്ച് ത്രൂ ആണ്. അപ്പം സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വരത്തില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്നത് ഈ ഭാഗമാണ്. ഇപ്പോൾ ഇതിൻ്റെ ബേസിനകത്തുള്ളതാണ്. അപ്പം അതൊരു ഉരുകിയിട്ടുണ്ട്, ലൂസ് കോൺടാക്റ്റ് കാരണം അത് ഉരുകി. അതാണ് ഞാൻ പുതിയ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പുതിയത് ഇത് സിംഗിളായിട്ടല്ല വരുന്നത്, അതിൻ്റെ കൂടെ അതിൻ്റെ 2 ഭാഗം കൂടാണ് വരുന്നത്. അപ്പോൾ സെയിമാണ്. നമുക്കിനിയിപ്പോൾ കണക്ഷൻ ഊരിയിടാം. ഇപ്പം ഇത് രണ്ടും ഒന്നിച്ചാണ് വരുന്നത്. പുതിയ രണ്ടും ഒന്നിച്ച് നമുക്ക് വാങ്ങിച്ചിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആകും. കാരണം ലൂസ് കോൺടാക്റ്റ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം ലൂസ് കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് സ്പാർക്കിങ് ആകാൻ, തീ പിടിക്കാനൊക്കെയുള്ള സാധ്യത വരും, ഉരുകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഉരുകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. എൻ്റെ ബേസിനകത്ത് കണക്ട് ചെയ്യുന്ന മറ്റേ കെറ്റിലിൻ്റെ അടിയിലുള്ള ഭാഗം രണ്ടും കൂടെ ഒന്നിച്ചാണ് വരുന്നത്. അത് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. അത് ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓൺ ചെയ്യുകയാണ്. ഉണ്ടോ, ഓണായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ ഇലക്ട്രിക് കെറ്റിലിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ് പോയിട്ടില്ലെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. ഹീറ്റിംഗ് എലമെൻറ്റ് പോയി കഴിഞ്ഞാൽ പാടാണ്. കാരണം അതിനകത്ത് ഓൾറെഡി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല അത് വന്നേക്കുന്നത്. ഹീറ്റിംഗ് എലമെൻറ്റ് പോയി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റത്തില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതിൻ്റെ ഇത് കട്ട് ചെയ്ത് വേറെ അയൺ ബോക്സിൻ്റെ പോലത്തെ ഹീറ്റിംഗ് എലമെൻറ്റ് അതൊന്നും അത്ര പ്രോപ്പറൊന്നും അല്ല അത് ആ രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഹീറ്റിംഗ് എലമെൻറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എടുത്ത് കളയാമെന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ ഹീറ്റായിട്ടുണ്ട്, നല്ല രീതിയിൽ ഹീറ്റായിട്ടുണ്ട്. ഫിലമെൻ്റ് ഓക്കെയാണ്. പിന്നെ അത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അടിയിലെ ബേസ് ലൂസ് കോൺടാക്റ്റ് ആയിട്ട് ഉരുകിയതാണ്. അതായിരുന്നു പ്രശ്നം. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തു, രണ്ടും ചേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ പുതിയത് തന്നെ ഇട്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഹീറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ഈ ചാനലിൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമാണെങ്കിൽ കാണാം. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ഇതൊരു ടെക്നിക്കൽ ചാനലാണ്. അതുകൊണ്ട് അധികം സബ്സ്ക്രൈബേഴ്സോ വ്യൂവേഴ്സോ ഒന്നുമില്ല, മറ്റ് വ്ളോഗിങ് ചാനൽ പോലല്ല. അപ്പം നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ഇൻവെർട്ടർ, UPS, ബാറ്ററി, അതുപോലെ തന്നെ ആംപ്ലിഫയർ, ഓഡിയോ സിസ്റ്റം, അങ്ങനെയുള്ള ടെക്നിക്കലായിട്ട് ഏറ്റവും നല്ല വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.